Normal description of periodic system. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Yes, ma'am. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കി. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കട്ടോ. ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. What do you mean by referred observations? What do you mean by referred observations? ഭൂമിക. പറഞ്ഞു. ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ മറ്റൊരു ഡോക്ടറെ കാണാൻ വേണ്ടി റെഫർ ചെയ്യുന്നത്. Next question. Structure of management. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് സ്ട്രക്ചറിൽ? ഹെന. Ma'am, flow of patients should be smooth and easy. Provision of sufficient number of staffs and also parking. Okay, very good. ഇനി സബ് സർവേന്റെ സ്റ്റാഫില് ആരൊക്കെ ഇൻക്ലൂഡ് ഉണ്ടായിരിക്കും? സബിത. സബിതയുണ്ടോ? എന്താ മാം ഒന്നുകൂടി പറഞ്ഞ ക്വസ്റ്റ്യൻ? സബ് സർവീസ് സ്റ്റാഫില് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? അറിയില്ല. ഞാൻ പറയാം മാം. ലബോറട്ടറി ECG. പറഞ്ഞോ. പറഞ്ഞോ. ബയോളജി ലബോറട്ടറി ECG. ജനറൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠിച്ചല്ലേ നമ്മള്? എന്തൊക്കെയായിരിക്കും ജനറൽ പ്രോബ്ലംസ്? അത് പറയാം. മാം ഞാൻ പറയാം. മാം ഞാൻ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്ത വരുന്നതാണ്. പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സൺ ആൻഡ് കൺസേണിംഗ് ambulatory care. An organization structure agreed to tradition preference. Resistance to change. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ്. സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ജനറൽ പ്രോബ്ലംസ് വരെയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? ഇനി നമ്മള് മ്യൂട്ട് ചെയ്യാൻ പോണേന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.
നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, duties undertaken by the auxiliaries are done hurriedly in the order to keep pace with consultation of doctors. This creates inappropriate documentation. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഡോക്ടർമാരെ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കില്ലേ, ഡോക്ടറെ കാണാനായിട്ടൊരു റൂം ഉണ്ടാവും അല്ലെ, അതിനെയാണ് കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത്. അവിടെ ഡോക്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലെ, ഒരു നേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിട്ട് നിൽക്കില്ലേ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില്? കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ്, ആ സഹായിക്കാൻ നിൽക്കുന്ന അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് പേഷ്യൻസിന്റെ ഫയല് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഹറിയറ്റ്ലി എന്ന് പറഞ്ഞാല് ധൃതിയില് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫയലോ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ഒരു പേഷ്യന്റിന്റെ ഡോക്യുമെന്റ് മറ്റൊരു പേഷ്യന്റിന്റെ ഫയലിൽ വെക്കും. അങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഒന്നുകൂടി പറയാം. കൺസൾട്ടേഷൻ റൂമില്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമില് ഡോക്ടറിനെ സഹായിക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഒരു നേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? പേഷ്യൻസിനെ വിളിക്കുന്നതനുസരിച്ച് പേഷ്യന്റിന്റെ ലിസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് റെക്കോർഡുകൾ അല്ലെങ്കിൽ ഫയലുകൾ എടുത്തിട്ട് വരും അല്ലെ. എടുത്തിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് ഒരു പേഷ്യന്റിന്റെ ഫയലിൽ വെക്കാം, അല്ലെങ്കിൽ മറ്റൊരു പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് വേറൊരു പേഷ്യന്റിന്റെ ഫയലിൽ വെക്കാം. അങ്ങനെ ധൃതിയില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതാണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്താണ് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. എന്താണ് മിസ്ബിഹേവ് എന്ന് പറഞ്ഞാല്? മിസ്ബിഹേവ് എന്തായിരിക്കാം മീനിങ്? മിസ്ബിഹേവ് തെറ്റായി അല്ലെങ്കിൽ മര്യാദ ഇല്ലാതെ അല്ലെ, മര്യാദ ഇല്ലാതെ അല്ലെങ്കിൽ മോശമായി അല്ലെ, മോശമായി പെരുമാറുന്നുണ്ട്. ചിലപ്പോ എന്താണ്, ഡോക്ടർ ആയാലും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ആയാലും പേഷ്യൻസിനോട് എന്തായിട്ട് പെരുമാറാറുണ്ട്? മിസ്ബിഹേവ് ചെയ്യാറുണ്ട് അല്ലെ, മോശമായിട്ട് പെരുമാറാറുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. എന്താണ്, ഡോക്ടറെ കാണാൻ വരുമ്പോ ചില ഡോക്ടേഴ്സും അല്ലെങ്കിൽ എന്താണ് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളായാലും പേഷ്യൻസിനോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുന്നുണ്ട്, മര്യാദ ഇല്ലാതെ പെരുമാറാറുണ്ട്. ഓക്കെ ആണോ? അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി എന്താണ് തേർഡ് പോയിന്റ്? ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, patients start accumulating even before office runs start creating a long queue of patients even before the arrival of doctors. In the absence of appointment system. Third point എന്താ പറയുന്നത്? third point എന്താ വായിച്ചിട്ട് മനസ്സിലായത്? തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? തേർഡ് പോയിന്റില് ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത അല്ലെ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലംസ് ആയിരിക്കും തന്നെ. അപ്പൊ എന്താണ് ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല അല്ലെ. എന്താണ് വെളുപ്പിന് തന്നെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. ഡേ തുടങ്ങുന്നതിന് മുൻപ് അവിടെ ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ വരുന്നതിന് മുൻപ് ചിലപ്പോ നേരത്തെ അല്ലെങ്കിൽ വെളുപ്പിന് തന്നെ ആൾക്കാർ വന്നിട്ട്
ക്യൂ നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണാനായിട്ട് പറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക്. എന്താണ് കാരണം? നേരത്തെ ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കണ്ടു പോകാനായിട്ട്. അതെന്താണ്? അവിടെ ഒന്നും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് നാലാമത്തെ പ്രോബ്ലം നോക്കാം. Interruption of consultation and investigation. Interruption of consultation and investigation. അല്ലെ, ചില സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാം. നമുക്ക് എന്താണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി വന്ന് ഡോക്ടറെ അടുത്തിരിക്കുന്നു, രോഗം പറയുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്? പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? മര്യാദക്ക് ചികിത്സിക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗം പറയുമ്പോൾ എനിക്ക് പനിയാണ് അല്ലെങ്കിൽ ജലദോഷമാണെന്നൊക്കെ പറയുമ്പോ എന്താണ് ഡോക്ടർ നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാറുണ്ട് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്. അപ്പൊ എന്താണ്? അതാണ് പറയുന്നത് ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നല്ല രീതിയിൽ പരിശോധിക്കാതെ, രോഗികളെ പരിശോധിക്കാതെ, രോഗി വിവരം അങ്ങനെ ഇതാണ് എനിക്ക് ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പരിശോധിക്കാതെ, കൺസൾട്ടേഷൻ നടത്താതെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്ന ആ രീതിയെയാണ് ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആരെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? അങ്ങനെ മര്യാദ രീതിയിൽ പരിശോധിക്കാതെ, കറക്റ്റ് രീതിയിൽ കൺസൾട്ടേഷൻ നടത്താതെ? ഇല്ല. ഓക്കെ. ഇനി എന്താണ്? ലാക്ക് ഓഫ് പ്രൈവസി. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഷഹനക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എന്താണ് ലാക്ക് ഓഫ് പ്രൈവസി? ഫിഫ്ത്ത് പോയിന്റ് ആണ് ലാക്ക് ഓഫ് പ്രൈവസി. കൺസൾട്ടേഷൻ റൂമിന്റെ അടുത്ത് തന്നെ ഒരു എക്സാമിനേഷൻ റൂം ഉണ്ടാവില്ലേ? എക്സാമിനേഷൻ റൂം പഠിച്ചിട്ടുണ്ടോ? നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല്? എക്സാമിനേഷൻ റൂം പരിശോധിക്കുന്ന സ്ഥലം അല്ലെ. ഇപ്പൊ എന്താണ് ഒരാള് വയറുവേദനയ്ക്ക് ആയിട്ട് വരികയാണെങ്കിൽ അയാളെ കിടത്തി ചികിത്സിക്കണം. കിടത്തി ഒന്ന് നോക്കുമല്ലേ ഡോക്ടറെ. കൺസൾട്ടേഷൻ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമായിട്ട് ചിലപ്പോ ആ റൂം തന്നെ എന്താണ് ഒരു കർട്ടൻ ഇട്ടിട്ട് മറച്ചിട്ടുണ്ടാവും, ഒരു ഇതായിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്താണ് കിടത്തി നോക്കാനായിട്ട് അല്ലെ. എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും വീട്ട് വരികയാണെങ്കിൽ വയറ് കിടത്തിയിട്ട് പരിശോധിക്കാനായിട്ടുള്ള ഒരു റൂമിനെയാണ് നമ്മൾ എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൂമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചില ഹോസ്പിറ്റലുകളില് ഡോറുകളോ അല്ലെങ്കിൽ കർട്ടനൊന്നും ഇട്ട് മറച്ചിട്ടുണ്ടാവില്ല. അപ്പൊ മറ്റുള്ള രോഗികൾക്ക് അത് കാണുമ്പോ എന്താണ് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. മറ്റുള്ള രോഗികള് അത് കാണുന്നുണ്ടാവാം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ കർട്ടനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഡോറൊന്നും ഇല്ലാതെ ആണെങ്കിൽ തുറന്നിട്ട് കിടക്കുകയാണെങ്കിൽ എന്താണ് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. കിടന്ന് പരിശോധിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. മനസ്സിലായോ? ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന റൂമിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഒരു എക്സാമിനേഷൻ റൂം ഉണ്ടാവും. ആ റൂം എന്തായിരിക്കാം ഒരു ഡോറ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കർട്ടൻ ഇട്ടോ മറച്ചിട്ടുണ്ടാവാം. ചില ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഡോറുകളോ അല്ലെങ്കിൽ കർട്ടനൊന്നോ ഇല്ലാതെ ആയിരിക്കാം എക്സാമിനേഷൻ റൂം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താണ് കിടത്തി നോക്കുന്ന രോഗിക്ക് മറ്റുള്ള പേഷ്യൻസ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും അല്ലെ, ഒരു പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് തന്നെയാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സിക്സ്ത് പോയിന്റ് നോക്കാം. ഇലെജിബിൾ ഹാൻഡ് ഓഫ് ഡോക്ടേഴ്സ്. എന്തായിരിക്കാം? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ എന്ത് പ്രോബ്ലംസ് ആയിരിക്കാം അത് എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? സിക്സ്ത് പോയിന്റ് ഇലെജിബിൾ ഹാൻഡ് ഓഫ് ഡോക്ടേഴ്സ്. ഹാൻഡ് റൈറ്റിംഗ് ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പോ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്കും വായിച്ചാലും മനസ്സിലാവാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. എന്ത് മരുന്നാണ് എഴുതിയിരിക്കുന്നതെന്നും വായിച്ചിട്ട് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി എന്താണ് പോളിഫാർമസി? പോളിഫാർമസി എന്ന് പറയുന്നത് ഇപ്പോ ഒരു പേഷ്യന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ അസുഖം ഉണ്ടായിരിക്കാം. അപ്പൊ എന്താണ്, ഒരു പേഷ്യന്റിന് തന്നെ പ്രഷർ ഉണ്ടായിരിക്കാം, ഷുഗർ ഉണ്ടായിരിക്കാം, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോ ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുമ്പോൾ ഫാർമസിയിലെ സ്റ്റാഫിന് ഈ മരുന്ന് പ്രഷറിനുള്ള ഗുളികകൾ എത്രയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കൊളസ്ട്രോളിന് എങ്ങനെയാണ് മരുന്ന് കൊടുക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ അസുഖമുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നിൽ കൂടുതൽ അസുഖമുള്ള ഒരു പേഷ്യന്റ് ഫാർമസിയിൽ വരികയാണെങ്കിൽ ആ ഫാർമസിയിലെ സ്റ്റാഫിന് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇന്ന രോഗത്തിന് എത്ര മരുന്നാണ് കൊടുക്കേണ്ടത്, ഈ പ്രഷറിന് എത്ര മരുന്ന് കൊടുക്കണം, ഷുഗറിന് എത്ര മരുന്ന് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അതാണ് പോളിഫാർമസിയിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 7th പോയിന്റ് വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. 7th പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്ലിയർ ആണോ? 7th പോയിന്റ് വരെ ക്ലിയർ ആണോ? ഇതെല്ലാം ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് എല്ലാം കൂടി ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. 13 പോയിന്റ് വരെ എത്തട്ടെ കേട്ടോ. 7th പോയിന്റ് കഴിഞ്ഞിട്ട് മിസ് പറയട്ടെ. 8th പോയിന്റ് ഓക്കെ. എന്താണ്? ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. അത് നിങ്ങൾക്ക് തന്നെ പറയാലോ. ക്യൂസസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. എന്തായിരിക്കാം? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ക്യൂ ഉണ്ടാവില്ല അല്ലെ? ചിലരെന്താണ് ക്യൂ ഇല്ലാതെ തിക്കി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും അല്ലെ? അങ്ങനെയുള്ളത് എന്താണ് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ ഡിസീസസ് ഡിഫറെന്റ് ഡിസീസസിലായിരിക്കും ആൾക്കാർ വരുന്നത് അല്ലെ? രോഗങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള രോഗങ്ങളായിരിക്കാം പേഷ്യൻസ് ക്യൂ നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തിക്കി നിൽക്കുമ്പോ എന്താണ് അവിടെ രോഗങ്ങള് പകരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ എന്താണ് മര്യാദയ്ക്ക് ക്യൂവിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഡോക്ടറെ കണ്ട് പോവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർക്കും പ്രശ്നം ഉണ്ടാവില്ല, അതുപോലെ തന്നെ പേഷ്യൻസിന് പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെന്താണ് ഇതിൽ പറയുന്നത്? എന്താണ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അല്ലെ? ക്യൂ നല്ല രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് ക്യൂ പാലിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ക്യൂ നല്ല രീതിയിലല്ല ഇവിടെ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഡിസീസസ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് ഡോക്ടർമാർക്കും പേഷ്യൻസിന് ഒരുപോലെ പ്രോബ്ലംസും ഉണ്ടാകാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താണ് നല്ല രീതിയിൽ ക്യൂ പാലിക്കാത്തതും അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. പിന്നെ എന്താണ് 9th പോയിന്റ്? Prescribed medicine are not always available at pharmacy. എന്താണ് ഫാർമസിയിൽ അല്ലെ ഡോക്ടർമാര് എഴുതി തന്നിരിക്കുന്ന മരുന്നുകൾ ഫാർമസിയിൽ ഇല്ലെങ്കിൽ എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. വെരി ഗുഡ് നിവ. പിന്നെന്താണ് യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് by the doctors create confusion to patients when different named medicines of the same genera are supplied to the patients. ഇതാണ് ട്രേഡ് മെഡിസിനും ജനറിക് മെഡിസിനും. അറിയോ അതിന്റെ കൺസെപ്റ്റ്? ട്രേഡ് മെഡിസിൻ ആൻഡ് ജനറിക് മെഡിസിൻ.
ഡിഫറൻസ് അറിയോ അതിന്റെ? കേട്ടിട്ടുണ്ടോ ട്രേഡ് മെഡിസിൻ എന്നുള്ളത്? ഇല്ല. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുളിക എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 20 വർഷം എന്താണ് വേണമെന്ന് 20 വർഷം ഗവൺമെന്റിനോട് പേറ്റന്റ് ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനി പുതിയതായിട്ട് ഒരു മെഡിസിൻ നിർമ്മിക്കുന്നതിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ കമ്പനി 20 വർഷത്തേക്ക് ഗവൺമെന്റിനോട് പേറ്റന്റ് ചോദിക്കും. എങ്ങനെയാണ് പേറ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കമ്പനീസിന് ഈ ഗുളിക പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്താണ്, ഫസ്റ്റ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പാരസെറ്റാമോൾ എടുക്കാം. പാരസെറ്റാമോൾ എന്താണ്, ഒരു 20 വർഷത്തേക്ക് ഈ കമ്പനി മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പേറ്റന്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കമ്പനീസ് വാങ്ങും. അതിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിള് നമ്മള് പറഞ്ഞില്ലേ, ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പാരസെറ്റാമോൾ കണ്ടിട്ടില്ലേ നിങ്ങള്? അതെന്താണ്, ഒരു വൈറ്റ് കളറിലൊക്കെ റാപ്പ് ചെയ്തിട്ട് അല്ലേ കിട്ടുന്നത്? അപ്പോ ആദ്യമായിട്ട് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുളിക പാരസെറ്റാമോൾ ആണ് ആ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ. 20 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നത്, മറ്റു പല കമ്പനീസും സെയിം ഈ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ബേസ് എലമെന്റ് തന്നെയായിരിക്കും. പക്ഷെ എന്താണ്, റാപ്പിംഗിൽ വ്യത്യാസം വരും, കളറിംഗിൽ വ്യത്യാസം വന്നിട്ട് അവരെന്ത് ചെയ്യും, പുതിയ പ്രൊഡക്റ്റ് ആക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡോളോ. പാരസെറ്റാമോളിന്റെ വേരിയബിളില്ലേ ഡോളോ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നത്, ആ പാരസെറ്റാമോൾ 20 വർഷത്തിന് ശേഷം വേറെ കമ്പനീസ് ആ സെയിം ബേസിക് എലമെന്റ് തന്നെയായിരിക്കും, പക്ഷെ എന്താണ്, റാപ്പിംഗിൽ വ്യത്യാസം വരും. അതിന്റെ ഷേപ്പിംഗിൽ അല്ലെ, ഡോളോന്റെ ഒക്കെ ഷേപ്പ് വ്യത്യാസമില്ലേ, ഷേപ്പിംഗിൽ വ്യത്യാസം വരും. അതിന്റെ കവറിന്റെ കളറിംഗിൽ വ്യത്യാസം വരും അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പാരസെറ്റാമോളിന്റെ കവറിംഗിന്റെ വ്യത്യാസമില്ലേ, കളറിംഗ് വ്യത്യാസമുണ്ട്. കവറിംഗിന്റെ ഒരു എന്താ വയലറ്റ് പർപ്പിൾ കളർ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിരിക്കും അതിന്റെ റാപ്പിംഗ് ഒക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതാണ് ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല്. പിന്നീട് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, 20 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആ സെയിം ബേസിക് എലമെന്റ് തന്നെയായിരിക്കും ആ പ്രൊഡക്റ്റ് ഒന്നുകൂടി റീപ്രൊഡ്യൂസ് ചെയ്ത് കളറിങ്ങിലും റാപ്പിങ്ങിലും അതിന്റെ ഷേപ്പിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇറക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളിൽ തന്നെ പാരസെറ്റാമോളിന്റെ സിറപ്പ് എന്താണ്, ചുമപ്പ് കളർ ഉണ്ടാവും, അതുപോലെ മഞ്ഞ, ഓറഞ്ച് കളർ, അങ്ങനെ പല അതിന്റെ ഫ്ലേവേഴ്സിലും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എന്താണ്, പല കമ്പനീസും പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഫ്ലേവേഴ്സിലും പല കളറുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസിനെയാണ് ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? ഓക്കെ, ഈ ട്രേഡ് മെഡിസിൻസ് ആണ് നമ്മൾക്ക് ഓരോ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. ഓരോ കമ്പനീസിന്റെ മെഡിക്കൽ റെപ്പുമാര് വന്നിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അവർക്ക് കൊടുക്കുന്നില്ലേ. അപ്പൊ ഈ ഡോക്ടേഴ്സ് ഈ മെഡിസിൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കമ്പനീസിൽ നിന്നും കുറച്ച് കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയല്ലേ എന്റെ കൺസെപ്റ്റ് വരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഓരോ മെഡിക്കൽ റെപ്പുമാര് വന്നിട്ട് അവരുടെ കമ്പനീസിലെ മെഡിസിൻസ് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കില്ലേ. അപ്പൊ എന്താണ്, ഇങ്ങനെ അവര് എന്താണ് ഓരോ പേഷ്യൻസിനും ഈ മെഡിസിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോക്ടേഴ്സ് എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് മാത്രമേ, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ അവര് പറഞ്ഞിരിക്കുന്ന ആ മെഡിസിൻ കിട്ടുള്ളൂ. ഇപ്പൊ തൃശ്ശൂരുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നിന്ന് മാത്രമേ ആ മെഡിസിൻ കിട്ടുള്ളൂ. പിന്നെ എന്താണ്, കൊടുങ്ങല്ലൂര് ഇപ്പോ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങള്? അപ്പൊ എന്താണ്, ഓരോ ഡോക്ടേഴ്സിനും കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഇരിക്കുന്നതിന്റെ അടുത്തായിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാത്രമേ ആ മരുന്നുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്, ഓരോ പേഷ്യൻസിനും കൊടുത്തിരിക്കുന്ന ആ പ്രിസ്ക്രിപ്ഷനിൽ
മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് എന്താണ് പ്രിസ്ക്രിപ്ഷൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താണ് കണക്ഷൻ ഉണ്ടാവും. ഹോസ്പിറ്റലായാലും മെഡിക്കൽ ഷോപ്പായാലും കണക്ഷൻ ഉണ്ടാവും. അവർക്ക് എന്താണ് അതിനുള്ള കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ഓരോ കമ്പനീസിന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഓരോ പേഷ്യൻസിനും ഇങ്ങനെ വിറ്റ് ചെലവഴിക്കുന്നതില്. അപ്പൊ എന്താണ് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മാത്രമേ അല്ലെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ നമ്മൾക്ക് ആ മെഡിസിൻ കിട്ടുകയുള്ളൂ. അവിടെ ഡോക്ടർക്കായാലും മെഡിക്കൽ ഷോപ്പിനായാലും കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഓരോ പേഷ്യൻസിനും പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ ചില പേഷ്യൻസിന് സംശയം വരുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മെഡിസിൻ ലഭിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം എന്താണ്? ഡോക്ടർക്ക് ആ കമ്പനീസിൽ നിന്ന് കമ്മീഷൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ ഇരിക്കുന്നതിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ മരുന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? 10th പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് 11th പോയിന്റ് നോക്കാം. No clear advice about when, how long to take medicine. ഈ കൺസെപ്റ്റിൽ ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇത് പറയാം. കൊളസ്ട്രോൾ, ഒരാൾക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ വളരെ കൂടുതലാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ വാങ്ങിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് 1 മാസം കഴിക്കണം. 1 മാസം കഴിച്ചു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് വായു എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഇയാൾ വീണ്ടും ചെക്ക് ചെയ്തു. അപ്പൊ നോക്കിയപ്പോ നോർമലാണ്, കൊളസ്ട്രോള് ഡൗൺ ആയിട്ടുണ്ട്, നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ വീണ്ടും റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു വീണ്ടും ഈ മരുന്ന് തുടർന്നോളൂ എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഡോക്ടർക്ക് ആ മരുന്ന് അയാൾക്ക് കൊടുക്കുന്നതിലൂടെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് ആ മരുന്ന് ചെലവായി പോകുകയും അതുപോലെ തന്നെ കമ്മീഷൻ ഈ മരുന്ന് വിൽക്കുന്നത് കൊണ്ട് കമ്മീഷൻ ഡോക്ടർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട, തുടർന്നോളൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് 11th പോയിന്റിൽ വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് എന്താണ് കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലായോ? ഫസ്റ്റ് എന്താണ്, ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു 1 മാസം നിങ്ങൾ മരുന്ന് കഴിക്കണം. അപ്പോ വീണ്ടും ഈ മരുന്ന് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ബ്ലഡ് ചെക്ക് ചെയ്തു. അപ്പോ കൊളസ്ട്രോൾ നോർമൽ ആയിട്ട് മാറി. അതിനുശേഷം ഇയാൾ റിസൾട്ട് കൊണ്ട് എന്ത് ചെയ്തു? ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? നിങ്ങൾ വീണ്ടും മരുന്ന് കഴിച്ചോളൂ. അവർക്ക് എന്താണ്, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടില്ല എന്ന് രോഗിയോട് പറഞ്ഞിട്ടില്ല. എന്താണ്, വീണ്ടും മരുന്ന് തുടർന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ കൊളസ്ട്രോളിന്റെ ഗുളിക ചെയ്യണം, വിറ്റ് ചെലവഴിക്കുകയും ചെയ്യാം. പിന്നെ എന്താണ്, ഡോക്ടർക്ക് ആ മരുന്ന് വിൽക്കുന്നതിലൂടെ ആ കമ്മീഷനും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ക്ലിയർ ആയിട്ട് അതിന്റെ ലാഭ കച്ചവടം എന്താണ് ക്ലിയർ ആയിട്ട് അഡ്വൈസ് ഒന്നും അയാളോട് പറയാന്. ക്ലിയർ ആയോ? പിന്നെ എന്താണ് 12th പോയിന്റ്. Sometimes strong medicine are given by the pharmacist. അത് പറയാലോ നിങ്ങൾക്ക്? Sometimes strong medicine are given by the pharmacist. മനസ്സിലായില്ലേ വായിച്ചപ്പോ? എന്താണ്, ഫാർമസിയിൽ നിന്ന് എന്താണ് അവരുടെ സ്റ്റാഫുകള് ചിലപ്പോ റോങ് മെഡിസിനും അല്ല തെറ്റായ മെഡിസിനും പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. 13th പോയിന്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻ ടോയ്ലറ്റ്സ് അല്ലെ? ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്സ്. അതപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെ പറയാൻ പറ്റും അല്ലെ? ക്ലീൻ അല്ലാത്ത ഹോസ്പിറ്റലുകള് അതൊക്കെ കാണുമ്പോൾ ചില പേഷ്യൻസിന് അവിടേക്ക് പോകാൻ തന്നെ മടിയായിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് അവിടേക്കൊക്കെ പോകാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും, ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്സ് കാരണം. അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. അപ്പൊ ഇത്രയുമാണ് സ്പെസിഫിക് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില് ഡോക്ടറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ്
ഉണ്ടാവും. അപ്പൊ ആ അസിസ്റ്റന്റ് പെട്ടെന്ന് ധൃതിയില് കാര്യങ്ങൾ ചെയ്യുമ്പോ എന്താണ് ഫയല് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പ്രോബ്ലം അല്ലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെ ചിലപ്പോ ഒരു പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് എടുത്ത് മറ്റൊരു പേഷ്യന്റിന്റെ ഫയലിൽ വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് സെക്കൻഡ് മിസ്ബിഹേവ് ചെയ്യുന്നത് അല്ലെ മര്യാദയില്ലാതെ പെരുമാറുന്നത് അതെന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. പിന്നെന്താണ് നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. അപ്പൊ എന്താണ് വെളുപ്പിന് തന്നെ ചിലപ്പോ ആൾക്കാർ എന്താണ് ഒരു സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ അവിടെ ക്യൂ ആയിട്ട് നിന്നിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അതെന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഒരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ഇൻഡക്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ നല്ല രീതിയിൽ പരിശോധിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട് മരുന്ന് എഴുതി വിടാറുണ്ട് രോഗികളെ അല്ലെ ഡോക്ടേഴ്സ്. അങ്ങനെയുള്ളത് എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് പ്രൈവസി അല്ലെ കൺസൾട്ടേഷൻ റൂമിന്റെ അടുത്ത് തന്നെ എക്സാമിനേഷൻ റൂം ഉണ്ടാവാം. അവിടേക്ക് എന്താണ് ഒരു പ്രൈവസി വേണം. ഏത് പേഷ്യൻസിനായാലും എന്താണ് പ്രൈവസി അത്യാവശ്യമാണ്. പ്രൈവസി അല്ലെങ്കിൽ എന്താണ് ഡോർ എക്സാമിനേഷൻ റൂമില് ഡോർ ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ഒരു കർട്ടൻ ഇട്ട് മറയ്ക്കാം അല്ലെ അങ്ങനെയുള്ള ഒരു പ്രൈവസി ഒന്നും ഇല്ലെങ്കിൽ ഒരു പേഷ്യൻസിന് അതൊരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ഇനി ഹാൻഡ് റൈറ്റിംഗ് ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥ. പോളിംഗ് ഫാർമസി എന്ന് പറയുന്നത് എന്താണ് ഫാർമസിയില് ഇപ്പൊ ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ അല്ലെ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മരുന്നൊക്കെ അവർക്ക് ആ സ്റ്റാഫുകൾക്ക് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ക്യൂ ആർ നോട്ട് പ്രോപ്പർ മെയിൻറ്റെയിൻ അല്ലെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഡിസീസസ് പലതരത്തിലുള്ള രോഗികളിലോട്ട് പടരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെ എന്താണ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. ഡോക്ടർ എഴുതിയ മരുന്നുകൾ ഫാർമസിയിൽ ഇല്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ജനറിക് മെഡിസിന്റെ കാര്യവും ട്രേഡ് മെഡിസിന്റെ കാര്യവും പറഞ്ഞില്ലേ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ എന്താണ് അവിടെ ഈ ട്രേഡ് മെഡിസിൻ കൊടുക്കുന്നത് എന്താണ് ഡോക്ടേഴ്സിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലായിരിക്കും. കാരണം എന്താണ് അവർക്ക് കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ് നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് മെഡിസിൻ അല്ലെ മരുന്ന് കഴിക്കുന്ന കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞില്ലേ എന്താണ് കൊളസ്ട്രോൾ നോർമലായി അതിനുശേഷവും മരുന്ന് കഴിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് അവരോട് പറയുന്നില്ല. കാരണം എന്താണ് ഡോക്ടർക്ക് ആ ഹോസ്പിറ്റലിലുള്ള ആ മരുന്ന് ചെലവഴിച്ച് പോകാൻ വേണം കഴിച്ചു പോകാൻ വേണം. അതുപോലെ തന്നെ എന്താണ് കമ്മീഷനും ഡോക്ടർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംടൈംസ് റോങ് മെഡിസിൻ അല്ലെ റോങ് മെഡിസിൻ ഫാർമസിസ്റ്റിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് നൽകുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പേഷ്യൻസിന് മരണം വരെ സംഭവിക്കാനായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ് അല്ലെ ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാത്ത അവസ്ഥകളും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഓക്കെ ആണോ ഇത്രയും പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കൊടുക്കോ ഒന്ന്? ഇത്രയും ഒന്ന് വായിച്ചു നോക്കട്ടാ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ കുട്ടിക്ക്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു?
കിട്ടിയില്ലേ? അടുത്തത് നോക്കാം നമുക്ക്. മെത്തേഡ്സ് ടു സോൾവ് അല്ലെ. നമ്മള് സ്പെസിഫിക് പ്രോബ്ലംസും ജനറൽ പ്രോബ്ലംസും കണ്ടു. ഇനി ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ അല്ലെ. എന്താണ്? സൈൻ ബോർഡുകൾ പേഷ്യൻസിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ വേണമെന്നാണ് പറയുന്നത്. എന്താണ്? വേ ഇൻ, വേ ഔട്ട്, അതുപോലെ എന്താണ് ഇത് ടോയ്ലറ്റ്സ്, ഓക്കെ ടോയ്ലറ്റ്സ് ആണ്, അതുപോലെ എന്താണ് പിന്നെ ഇത് ലാബാണ്, അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ ഓരോ വിഭാഗത്തിനും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കാഷ്വാലിറ്റി, അതുപോലെ എന്താണ് എൻക്വയറി, അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ സൈൻ ബോർഡുകൾ ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? സെക്കൻഡ്, കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താണ്? നമ്മളെ രജിസ്ട്രേഷൻ അല്ലെ, പേഷ്യൻസിനെ രജിസ്ട്രേഷൻ ചെയ്യില്ലേ? അവരുടെ പേര്, അഡ്രസ്, വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറില് കയറ്റും അല്ലെ. അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയറിൽ കയറ്റുമ്പോൾ പെട്ടെന്ന് ക്വിക്ക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. പേഷ്യൻസിനെ എന്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല? അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ മിനിമം ആയിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് അവരുടെ കാര്യങ്ങള്, റെക്കോർഡുകളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ്. ഇനി എന്താണ്? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഓഫ് ഫീ കളക്ഷൻ സോൺ അല്ലെ. ക്യാഷ് കൗണ്ടേഴ്സ് ഒന്നിലധികം അല്ലെ, അതിൽ കൂടുതലൊക്കെ വേണം എന്നാണ് പറയുന്നത്. ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? വളരെ തിക്കായിരിക്കും അല്ലെ, ക്യൂ ഒന്നും ഉണ്ടാവില്ല. ആൾക്കാർ പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ട് ഫീ കളക്ഷൻ സോൺ വേണം എന്നാണ് പറയുന്നത് ക്യാഷ് കൗണ്ടറുകൾ. ഓക്കെ. ഇനി ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ ദ പേഷ്യന്റ് വോളിയംസ്. എന്താണ്? ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കണം. ചില ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും നമുക്ക്. എന്താണ്? 100 പേഷ്യൻസിന് ഒരു ഡോക്ടർ ആയിരിക്കും അല്ലെ. ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. പേഷ്യൻസിന് അത് ബുദ്ധിമുട്ട്, ഡോക്ടേഴ്സിന് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് എന്താണ്? ഡോക്ടേഴ്സ് വേണമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. അറിയാലോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറഞ്ഞാല് ടോക്കൺ എന്ത് ചെയ്യും? 1, 2, 3 അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അല്ലെ. മോഡേൺ ടെക്നിക്കൽസ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് മോഡേൺ ടെക്നിക്കൽസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. നെക്സ്റ്റ് വൺ നോക്കാം. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഓർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ്? ഈ ബ്ലഡ് കളക്ഷൻ ലാബിലൊക്കെ എന്താണ്? കുറെ സ്റ്റാഫുകൾ, ഒന്നിലധികം സ്റ്റാഫുകൾ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? കുറെ അധികം പേഷ്യൻസ് വരുമ്പോ പെട്ടെന്ന് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒരു സ്റ്റാഫ് ഓരോ പേഷ്യന്റ് കഴിഞ്ഞ് അടുത്ത പേഷ്യന്റ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്നിലധികം സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. എന്താണ്? ആഡിക്വേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് TV, മാഗസിൻസ് ആൻഡ് health education measures through leaflet, posters, magazines. ഇപ്പൊ എന്താണ്? നമ്മളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറെ അധികം നേരം നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കേണ്ടി വരും അല്ലെ. അങ്ങനെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ TV, മാഗസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ്? സമയം പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്തായിരിക്കും? വളരെ മുഷിച്ചിലായിരിക്കും പേഷ്യൻസ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. കുറെ നേരം ഇരുന്ന് വരുമ്പോ മുഷിച്ചിലായിരിക്കും. അപ്പോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? TV, മാഗസിൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ എന്താണ്? ഒരു എന്റർടൈൻമെന്റ്സ് ഒക്കെ പേഷ്യൻസിന് ലഭിച്ച് കൺസൾട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ TV, മാഗസിൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുഷിച്ചിലൊന്നും ഇല്ലാതെ
നല്ല രീതിയിൽ പേഷ്യൻസിനെ വെക്കുന്നതിരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെ. നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം ആരെയാണ് കാണുന്നത്? ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും കാണുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മള് എന്താണ് ഫസ്റ്റ് തന്നെ നമ്മള് ഒരു രോഗത്തിന് ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും കാണുന്നത്. ഇനി അവര് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കും ഏത് ഡോക്ടറെയാണ് റെഫർ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് അവരെ പോയി കാണാം. ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജൂനിയർ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അവര് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കും അവര് പറയുന്നത് അനുസരിച്ചിട്ടുള്ള റെഫർ ചെയ്ത് തരും ഡോക്ടേഴ്സിന്. അപ്പൊ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് നമ്മൾ പോയി കാണും. അപ്പൊ സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. പിന്നെ എന്താണ്? Queuing theory is sufficient and mathematical way of solving the problems of overcrowding. എന്താണ് queuing theory അല്ലെ? ക്യൂ പാലിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവിടെ ഓരോ ഹോസ്പിറ്റലിലും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാനെന്നാണ് പറയുന്നത്. അവോയ്ഡ് queuing, jumping, the act of going ahead of other people, waiting in a line, some things instead of waiting one's turn. എന്താണ് നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ചിലവര് ചിലർക്ക് സ്വഭാവം ഉണ്ടല്ലേ, ഓവർകം ചെയ്തിട്ട് അവർ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് ഞാനാണ് ആദ്യം വന്നത് അല്ലെങ്കിൽ ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഓവർടേക്ക് ചെയ്തിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ബാക്കിൽ നിൽക്കുന്ന പേഷ്യൻസിന് വളരെ ദേഷ്യം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ക്യൂ പാലിച്ച് ഡോക്ടറെ കാണാനുള്ള സാഹചര്യം വേണമെന്നാണ് പറയുന്നത്. ഇനി എന്താണ്? മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി അല്ലെ. പഞ്ച്വാലിറ്റി എന്താണ്? കൃത്യസമയം കീപ്പ് ചെയ്യണം അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകളായാലും എന്താണ് ഡോക്ടേഴ്സ് ആയാലും കൃത്യസമയം പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ സർവീസ് നടത്തേണ്ടത്. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്താണ്? പരാതികൾ. അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ അവര് കൊടുക്കുന്ന സർവീസിലോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കൺസൾട്ടേഷൻ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ പരിഹരിച്ചിട്ട് വേണം പോവാനായിട്ട്. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. നമ്മൾ പറഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വേണം. അല്ലെങ്കിൽ എന്താണ് കാണാൻ വരുന്ന രോഗികൾക്കായാലും അല്ലെങ്കിൽ അവിടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനായാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല രീതിയിൽ വേണം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ടു സോൾവ് പറയുന്നത്. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരാതി പരിഹാരം. എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പപ്പോ തന്നെ പരിഹരിച്ച് വേണം പോകാൻ. ഓക്കെയാണോ? മെത്തേഡ്സ് ടു സോൾവ് വായിച്ചു നോക്കിയൊന്ന്. ഫസ്റ്റ് എന്താണ്? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ അല്ലെ. ഡയറക്ഷണൽ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ബോർഡുകൾ വേണമെന്ന്. ഇത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത് ടോയ്ലറ്റ് ആണ്, ഇത് വേ ഇൻ ആണ്, വേ ഔട്ട് ആണ്, അങ്ങനെയുള്ള സൈൻ ബോർഡുകള് ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ ഭാഗത്തുണ്ടെങ്കിൽ രോഗികൾക്ക് എന്താണ് പെട്ടെന്ന് ആ വിഭാഗത്തിനേക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് പേഷ്യൻസിന് പറ്റും അല്ലെ. അപ്പൊ അതാണ് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ബോർഡുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ റിട്രീവൽ. എന്താണ്? രജിസ്ട്രേഷൻ പേഷ്യന്റിന്റെ
നെയിം, അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലോട്ട് കയറ്റുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയറിലോട്ട് കയറ്റുമ്പോൾ ക്വിക്കായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പേഷ്യൻസിന് എന്ത് ചെയ്യണം? മിനിമം വെയിറ്റിന് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ഇനി എന്താണ്? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ അല്ലെ. ക്യാഷ് കളക്ട് ചെയ്യുന്ന കൗണ്ടറുകള് കുറെ അധികം ഒന്നിലധികം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാഷ് ഒക്കെ കളക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് പിന്നെ എന്താണ് വരുന്ന പേഷ്യൻസിനും പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ക്യാഷ് ഒക്കെ കൊടുത്ത് ക്യാഷ് കളക്ട് ചെയ്ത് അവർക്ക് ക്യാഷ് വാങ്ങിച്ച് നല്ല രീതിയിൽ ക്വിക്കായിട്ട് പോകാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ഭൂമിക? ഓക്കെ ആണോ? നെക്സ്റ്റ് പോർഷൻ എടുക്കാൻ പോകും കേട്ടോ. ഡൗട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റിലോട്ട് പോവാം. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. OPD വിഭാഗത്തില് എന്തൊക്കെ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്? OPD രജിസ്ട്രേഷൻ ഫോം അതറിയാലോ. രജിസ്ട്രേഷൻ ഫോം അറിയാലോ. പേഷ്യൻസിന്റെ നെയിം, അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ഫോമാണ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. അഡ്മിഷൻ ഫോം അറിയാലോ. അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഫോമിനെയാണ് അഡ്മിഷൻ ഫോം എന്ന് പറയുന്നത്. മെഡിക്കേഷൻ റെക്കോർഡ് എന്തായിരിക്കാം? മെഡിക്കേഷൻ റെക്കോർഡ് മെഡിക്കേഷൻ റെക്കോർഡ് നിങ്ങൾ ഐഡിയ ടെസ്റ്റ് റിസൾട്ട് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മെഡിക്കേഷൻ റെക്കോർഡ്. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് ട്ടോ. ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് റെക്കോർഡ് അറിയാം. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് പേഷ്യന്റ് നൽകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് അല്ലെ. ടെസ്റ്റ് എന്താണ്? MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേ അതുപോലെയുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. ലാബ് റിസൾട്ടുകൾ കേട്ടോ. ഇൻവെസ്റ്റിഗേഷനെ പറയുന്നത് ലാബ് റിസൾട്ട്, ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. ഇതാണ് കൺസെന്റ് ഫോംസ്, സമ്മതപത്രങ്ങൾ അല്ലെ. നമ്മൾ ഒരു സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് കൺസെന്റ് ഫോം എഴുതി വാങ്ങിക്കുന്നുണ്ട് അല്ലെ. അതിനെയാണ് സമ്മതപത്രം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നോക്കിയേ. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഹിസ് ഓർ ഹെർ injured patients or a period of 3 years from the date of commencement of the treatment. ഇതാണ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇൻ പേഷ്യന്റ്, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ഇൻ പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുന്നത്. കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ. അപ്പൊ എന്താണ്? ഇവരുടെ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് എത്ര ഇയർ ആണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ഹോസ്പിറ്റല് 3 ഇയർ എങ്കിലും സൂക്ഷിച്ചു വെക്കണം. 3 ഇയർ എങ്കിലും സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നുകൂടിയും പറയാം. കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് 3 ഇയർ എങ്കിലും അല്ലെങ്കിൽ 3 ഇയേഴ്സ് എങ്കിലും സൂക്ഷിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കുന്നത്? ഇപ്പൊ രോഗി എന്തെങ്കിലും മരിച്ചത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഷുറൻസ് കമ്പനീസിന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കാനോ അതുപോലെ തന്നെ പോലീസ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് എന്ത് 3 ഇയർ എങ്കിലും സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD അല്ലെ, OP വിഭാഗത്തില് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ആ അസിസ്റ്റന്റിനെ പറയുന്നതാണ് OPD അസിസ്റ്റന്റ്. OPD അസിസ്റ്റന്റിന്റെ ജോബിനെ കുറിച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെ ഡ്യൂട്ടികളാണ് ഉള്ളതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. എന്തായിരിക്കാം?
First point, arrangements of necessary instruments for OPD. പറയാൻ പറ്റോ? നോക്കിയൊന്ന് പറയാനായിട്ട് നോക്കിയൊന്ന്. Arrangements of necessary instruments for OPD. എന്തായിരിക്കാം? അങ്ങനെയുള്ളത് അല്ലെ. OP വിഭാഗത്തില് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ്? ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ എന്താണ്, ചില പേഷ്യൻസ് വരുമ്പോ ഡോക്ടർ, അവർക്ക് കാണുന്ന ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ എന്താണ്, അവരെ കൊണ്ടുപോയിട്ട് ആ ഡോക്ടർ ഇരിക്കുന്ന പ്ലേസ് കാണിച്ചു കൊടുക്കണം. അതാണ് സെക്കൻഡ് ജോബ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ചില പേഷ്യൻസ് വരുമ്പോ അവർക്ക് അറിയില്ല അവർക്ക് കാണുന്ന ഡോക്ടർ എവിടെയാണ് ഇരിക്കുന്നത്, ഡോക്ടർ ഇരിക്കുന്ന പ്ലേസ് അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇയാള് പോയിട്ട് ഈ OPD അസിസ്റ്റന്റ് വേണം ഈ പേഷ്യൻസിനെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാൻ. അതൊരു ഡ്യൂട്ടിയാണ്. ജോബ് എന്താണ്, OPD അസിസ്റ്റന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, പിന്നെ എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്സ് അല്ലെ. നമ്മുടെ നാട്ടിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാരെ മാത്രമാണോ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്? അല്ല അല്ലെ. പുറത്തു നിന്നുള്ള, പുറം രാജ്യങ്ങളിൽ, മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസിൽ ഡോക്ടറെ കാണാനായിട്ട് വരുന്നുണ്ട് അല്ലെ. ഉദാഹരണമായിട്ട് ബംഗാളികളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടറെ കാണാനായിട്ട് വരുമ്പോ അവരുടെ ഭാഷയില് കാര്യങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ബംഗാളീസ് ഒക്കെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ വരുമ്പോ എന്താണ്, അവരുടെ കാര്യങ്ങള്, സർവീസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, അവരുടെ ഭാഷയില് പറഞ്ഞു കൊടുക്കേണ്ടത് OPD അസിസ്റ്റന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ്? പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കേസ് ഷീറ്റുകളെ എന്ത് ചെയ്യുന്നത്? അതർ ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് പാസ് ചെയ്യേണ്ടതും OPD അസിസ്റ്റന്റിന്റെ ഒരു കടമയാണ്. Explaining basic details like medicines, treatment, and reasons for waiting to the patient. ചില പേഷ്യൻസ് എന്താണ്, വെയിറ്റിംഗ് റൂമിൽ അധികം നേരം ഇരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ചിലപ്പോ എന്താണ്, അവരെ കാണുന്ന ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോ ആ ടൈമില് വരാതിരിക്കാം. ചിലപ്പോ റൗണ്ട്സിനൊക്കെ പോയിട്ട് കുറച്ച് നേരം പിടിക്കാം ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്, എന്തുകൊണ്ടാണ് ഡോക്ടർ വൈകുന്നത്? പിന്നെ എന്താണ്, അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് OPD അസിസ്റ്റന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഡോക്ടർ വൈകുന്നത്, വരാൻ വേണ്ടിയിട്ട് എന്താണ് ഡോക്ടർ വൈകുന്നത്, അതുപോലെ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, അതുപോലെ മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഈ OPD അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ് ഇത്. ഓക്കെ, എന്താണ്? അസിസ്റ്റ് ടു ഓപ്പൺ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ്, പുതിയതായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഓപ്പൺ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ലാസ്റ്റ് പോയിന്റ് ensure customer satisfaction. സംതൃപ്തി അല്ലെ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തി. അപ്പൊ കസ്റ്റമറിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തണം. കസ്റ്റമർ സർവീസ് ആണല്ലോ ഉദ്യോഗം ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് OPD അസിസ്റ്റന്റിന്റെ
ജോബ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? OPD-യിൽ വേണ്ട ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്? ചിലപ്പോ ചില പേഷ്യൻസിന് ഡോക്ടേഴ്സ് ഇരിക്കുന്ന പ്ലേസ് അല്ലെ, ഡോക്ടേഴ്സ് ഇരിക്കുന്ന പ്ലേസ് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ? അവരെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോലെ എന്താണ് വേറെ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിനെ കാണാൻ വരും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞില്ലേ ബംഗാളി. അപ്പോ ബംഗാളികളൊക്കെ വരുമ്പോ അവരുടെ എന്താണ് ഭാഷയില് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കടമ ആരുടെയാണ്? OPD അസിസ്റ്റന്റിന്റെ കടമയാണ്. പിന്നെ എന്താണ്? കേസ് ഷീറ്റുകൾ അതർ ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് പാസ് ചെയ്യുന്നത് അതൊരു ഡ്യൂട്ടിയാണ്. പിന്നെ എന്താണ്? ഡോക്ടർ വരാനായിട്ട് വൈകുന്നതിന്റെ കാരണങ്ങള്, പിന്നെ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിനുകളുടെ കാര്യങ്ങള്, അവർക്ക് കൊടുക്കുന്നതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും OPD അസിസ്റ്റന്റ് ആണ്. പിന്നെ എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പ് വരുത്തേണ്ടതും OPD അസിസ്റ്റന്റിന്റെ കടമയാണ്. ക്ലിയർ ആയോ? കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ്? അതിന് നോക്കിയേ എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഓക്കെ അല്ലേ? ആ ബുധനാഴ്ച വരുമ്പോ പഠിച്ചിട്ട് വന്നോട്ട് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? താങ്ക് യു.